ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സോളോ ലെവലിംഗ് സീസൺ 2-ലെ 5-ാമത്തെയും 6-ാമത്തെയും എപ്പിസോഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കണിൽ ലിങ്ക് കൊടുക്കാം. അതിലൊക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്താണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷ്യർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഡഞ്ചൻ ബോസിന്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുന്ന ജിൻവുനെ മൈനിങ് ടീമിലെ ഒരാളാണെന്ന് വിചാരിച്ച് ചാഹേൻ തടയുന്നു. അപ്പോൾ കൂടുതലൊരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ജിൻവു അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ചാഹേന്റെ സൈഡിലൂടെ ജിൻവു നടന്നു പോകുമ്പോൾ അവൾക്ക് എന്തോ മാതിരിയാവും. എന്നിട്ട് അവൾ ജിൻവുവിനെ മണത്ത് നോക്കുന്നു. അപ്പോൾ ജിൻവുവിന് മാത്രം നല്ല മണമുണ്ട്. ബാക്കിയുള്ള ഹണ്ടേഴ്സിന്റെ അടുത്ത് നിന്ന് വരുന്ന മണം ചാഹേന് ഇഷ്ടമല്ല. അവൾക്ക് ആ മണം സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ചാഹേൻ എപ്പോഴും ഒരു കർച്ചീഫ് കൊണ്ട് അവളുടെ മൂക്ക് പൊത്തിപ്പിടിക്കും. കാരണം അവൾക്ക് ഒരു ഹണ്ടേഴ്സിന്റെയും മണം സഹിക്കാൻ കഴിയില്ല. പക്ഷെ ജിൻവുവിന്റെ മണം അങ്ങനെയല്ല, അവന്റെ അടുത്ത് നിന്ന് വരുന്നത് നല്ലൊരു മണമാണ്. അപ്പോൾ ജിൻവുവിനോട് ചാഹേൻ നീ ഒരു ഹണ്ടർ അല്ലേ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് അവൾ അവന്റെ ബാഡ്ജ് നോക്കുമ്പോഴാണ് അവനൊരു ഇറാങ് ഹണ്ടർ ആണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ജിൻവു അവിടുന്ന് പോകുന്നു. മൈനിങ് എല്ലാം തീർന്നതിന് ശേഷം ആ ടീം ലീഡർ ജിൻവുവിനോട് അയാളുടെ ടീമിൽ ഇനിയും ജോലിക്ക് നിൽക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. കാരണം ജിൻവു നല്ലതുപോലെ ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവൻ ജോലിക്ക് നിന്നാൽ അവൻ ഒരുപാട് പൈസ കൂട്ടി കൊടുക്കാന്ന് പറയുന്നു. അപ്പോൾ ജിൻവു അയാളോട് ഇത് അവന്റെ അവസാനത്തെ മൈനിങ് ആണ്, അതുകൊണ്ട് ഇനി വരില്ല എന്ന് പറയുന്നു. അതിന് അയാള് നീ നാളെ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ സഹായിച്ചാൽ മതി എന്ന് പറയുന്നു. കാരണം അവർക്ക് 2 ഡഞ്ചൻ റെയ്ഡ് ചെയ്യാനുണ്ട്, ഒരു എ റാങ്ക് ഡഞ്ചനും ഒരു സി റാങ്ക് ഡഞ്ചനും. അതിലെ എ റാങ്ക് ഡഞ്ചൻ റെയ്ഡ് ചെയ്യുന്നത് ഹണ്ടേഴ്സ് ഗിൽഡിലെ സെക്കൻഡ് ടീമാണ്. ഇത് കേൾക്കുന്ന ജിൻവു കുറച്ചു നേരം ആലോചിച്ചിട്ട് നാളത്തെ എ റാങ്ക് ഡഞ്ചനിൽ നടക്കുന്ന മൈനിങ്ങിന് വരാന്ന് പറയുന്നു. കാരണം ഇന്ന് അവന് ആ ബോസിന്റെ അടുത്തേക്ക് പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് നാളെ പോവാന്ന് വിചാരിച്ചിട്ടാണ് ജിൻവു സമ്മതിക്കുന്നത്. കൂടാതെ അവനെ എസ് റാങ്കിലേക്ക് മാറ്റാൻ ഇനിയും 2 ദിവസമുണ്ട്. അതുകൊണ്ട് നാളത്തെ ദിവസം ജിൻവു അവിടേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ സീൻ കട്ട് ചെയ്താൽ രാത്രി ചാഹേൻ അവളുടെ ടീമിനോട് സങ് ജിൻവുവിനെ കുറിച്ച് ചോദിക്കുന്നു. അത് കേട്ട അയാള് ഇന്നലെ മിസ്റ്റർ ചോയും അവനെ പറ്റി അന്വേഷിച്ചിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അവന്റെ ഒരു ഡീറ്റെയിൽസും എവിടെയുമില്ല. അവനെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും സീൽഡ് ആണ്. ഇത് കേൾക്കുന്ന ചാഹേൻ ആവട്ടെ അവനെ കുറിച്ച് തന്നെ ആലോചിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ജിൻവുവും ബാക്കിയുള്ളവരും മൈനിങ് ആരംഭിച്ചു. ആ സമയത്ത് അവരുടെ അടുത്തേക്ക് ഇന്ന് റെയ്ഡ് ചെയ്യാൻ പോകുന്ന സെക്കൻഡ് ടീമിന്റെ ക്യാപ്റ്റൻ വരുന്നു. എന്നിട്ട് അവിടെയുള്ള എല്ലാവരോടും ഇന്ന് ഞങ്ങളുടെ ബാഗ് എടുക്കുന്ന ആൾ വന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങളിലെ ആരെങ്കിലും ഒരാൾക്ക് വരാൻ പറ്റുമോ, ഒരുപാട് പണം തരാം എന്നൊക്കെ പറയുന്നു. പക്ഷേ ഡഞ്ചന്റെ അകത്തേക്ക് പോകാൻ അവർക്ക് ആർക്കും സമ്മതമല്ല. അപ്പൊ നമ്മുടെ ജിൻവു അവരുടെ കൂടെ പോവാന്ന് പറയുന്നു. അങ്ങനെ ജിൻവു അവരുടെ ബാഗ് ഒക്കെ എടുത്ത് ഡഞ്ചന്റെ അകത്തേക്ക് പോകുന്നു. ആ ടീമിൽ മൊത്തം 6 എ റാങ്ക് ഹണ്ടേഴ്സും 3 ബി റാങ്ക് ഹണ്ടേഴ്സും ഉണ്ട്. അകത്തേക്ക് കയറി വരുന്ന അവരെ ആദ്യം കുറച്ച് നായ്ക്കൾ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ അവർ പെട്ടെന്ന് തന്നെ ആ നായ്ക്കളെ കൊല്ലുന്നുണ്ട്. പക്ഷെ അതിന്റെ അകത്തുള്ള യഥാർത്ഥ ബീസ്റ്റുകൾ ഇപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്, ഒരു കൂട്ടം ഓർസ്. അങ്ങനെ അവരെല്ലാവരും ആ ഓർസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ആദ്യം കുറച്ചു നേരം അവരതിന്റെ കൂടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ ആ ഓർസ് അവരെക്കാൾ പവർഫുൾ ആണ്. അതുകൊണ്ട് അവർ തോൽക്കാനാവുമ്പോൾ നമ്മുടെ ജിൻവു അവരെ സഹായിക്കുന്നു. അവരാരും അവനെ കാണാതിരിക്കാൻ അവൻ ഇൻവിസിബിൾ ആയിട്ടാണ് അവരെ സഹായിക്കുന്നത്. അങ്ങനെ ജിൻവുവിന്റെ സഹായത്തോടെ അവരിപ്പോ വന്ന ഓർസിനെ മുഴുവൻ കൊന്നു. എങ്കിലും അവരിനി മുന്നോട്ട് പോകുന്നില്ല. കാരണം ഇപ്പൊ വന്ന ഓർസ് അവരെക്കാൾ പവർഫുൾ ആണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് അവർക്ക് പോവേണ്ട വഴിയിൽ ഒരു പുതിയ മതിൽ രൂപപ്പെട്ടിരിക്കുന്നു. അതൊരു ഹൈ ലെവൽ മാജിക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കത് തകർക്കാൻ കഴിയുന്നില്ല. ഇതേ സമയത്ത് അവരുടെ പുറകിൽ ഒരു 50ഓളം ഓർസ് വന്ന് നിൽക്കുന്നു. ഇവരെ ഇതിന്റെ അകത്ത് കൊടുക്കാൻ വേണ്ടി ഈ ഓർസ് ആണ് ആ മാജിക് കൊണ്ട് മതിലുണ്ടാക്കിയത്. എന്നിട്ട് ഇപ്പൊ വന്നിരിക്കുന്ന ആ ഓർസിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു ഓർസ് അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നു. കൂടാതെ അത് മനുഷ്യരുടെ ഭാഷ സംസാരിക്കുന്നുണ്ട്. ഈ വന്ന ഓർസിന്റെ പേരാണ് കാർഗൽഗൻ. ഇവിടെയുള്ള ഓർസുകളുടെ മുഴുവൻ രാജാവ്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ബോസ് കാർഗൽഗൻ അവരോട് നിങ്ങൾക്ക് ഇവിടെ വെച്ച് മരിക്കണോ അതോ എന്റെ കൂടെ വരുന്നോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട ക്യാപ്റ്റൻ അവന്റെ കൂടെ പോകാൻ തീരുമാനിച്ചു. ഇതേ സമയത്ത് പുറത്ത് ജിൻവുവിനെ അന്വേഷിച്ച് ചാഹേൻ അവിടേക്ക് വരുന്നു. എന്നിട്ട് അവിടെയുള്ള മൈനിങ്ങിന്റെ ലീഡറിനോട് സങ് ജിൻവു എവിടെയെന്ന് ചോദിക്കുന്നു. അത് കേട്ട അയാൾ അവിടെ ജിൻവു സെക്കൻഡ് ടീമിന്റെ കൂടെ ഡഞ്ചന്റെ അകത്തേക്ക് പോയി എന്ന് പറയുന്നു. ഇവിടെ കാർഗൽഗന്റെ കൂടെ വരുന്ന സെക്കൻഡ് ടീമിലെ ഹണ്ടേഴ്സും അവരുടെ കൂടെ ജിൻവുവും ഇപ്പൊ എത്തിയിരിക്കുന്നത് കാർഗൽഗന്റെ ഒരു വലിയ കൊട്ടാരത്തിലേക്കാണ്. ആ സ്ഥലത്ത് മുഴുവനും ഓർസുകളാണ്. അവർക്ക് ചുറ്റും ഒരുപാട് ഓർസുകൾ. കാർഗൽഗൻ എന്നിട്ട് അവരെ അവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതേ സമയത്ത് പുറത്തുള്ള ചാഹേൻ മൈനിങ് ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു കോടാലി എടുത്ത് ഡഞ്ചന്റെ അകത്തേക്ക് വരുന്നു. ഇവിടെ കാർഗൽഗന്റെ അടുത്തുള്ള ഹണ്ടേഴ്സ് അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഓറ കണ്ട് പേടിക്കുന്നു. അപ്പോൾ ക്യാപ്റ്റൻ പെട്ടെന്ന് കാർഗൽഗനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ഒരു അടി പോലും അണങ്ങാൻ കഴിയുന്നില്ല. കാർഗൽഗന്റെ പവർ കൊണ്ട് എല്ലാവരും പേടിച്ച് വരണ്ടു നിൽക്കുന്നു. എന്നാലും ക്യാപ്റ്റൻ കാർഗൽഗനെ അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ കാർഗൽഗൻ അവനേക്കാൾ പവർഫുൾ ആണ്. അതുകൊണ്ട് അവന്റെ മാജിക് ഉപയോഗിച്ച് അവൻ ക്യാപ്റ്റനെ മേലേക്കും താഴേക്കിട്ട് അടിക്കുന്നു. പെട്ടെന്ന് നമ്മുടെ ജിൻവു ക്യാപ്റ്റനെ രക്ഷപ്പെടുത്തി. എന്നിട്ട് ജിൻവു ക്യാപ്റ്റനോട് ഇവിടുത്തെ മാജിക് ബീസ്റ്റിനൊക്കെ ഞാൻ എടുത്തോട്ടെന്ന് ചോദിക്കുന്നു. അതിന് ക്യാപ്റ്റൻ അവിടെ ചെയ്യുന്നു പറയാണ്. അത് കേട്ട ജിൻവു അവിടെ അവന്റെ മുഴുവൻ ആർമിയും പുറത്തേക്ക് കൊണ്ടുവരാണ്. ഇതേ സമയത്ത് ഡഞ്ചന്റെ പുറത്ത് ജിൻവുവിനെ അന്വേഷിച്ച് ചെയർമാൻ വുവും അദ്ദേഹത്തിന്റെ ആൾക്കാരും അവിടേക്ക് വരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് മൈനിങ് ടീമിന്റെ ക്യാപ്റ്റൻ എന്തിനാണ് നിങ്ങൾ ജിൻവുവിനെ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നാളത്തെ ന്യൂസ് നോക്കാനാണ്. സോ നാളത്തെ ന്യൂസിൽ എന്തോ ഒരു വലിയ സംഭവമുണ്ട്. ഈ സമയത്താണ് ഡഞ്ചന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഒരു പവർഫുൾ ആയ ഓറ വരുന്നത്. അതെന്താണെന്ന് പുറത്തുള്ള ആൾക്കാർക്ക് മനസ്സിലായില്ല. അത് നമ്മുടെ ജിൻവുവിന്റെ പവറാണ്. ഇവിടെ ജിൻവു ഒരു പുതിയ സ്കില്ല് യൂസ് ചെയ്യുന്നു, മൊണാർക്സ് ഡൊമൈൻ. ഈ സ്കില്ല് ജിൻവുവിന് അവന്റെ ലെവൽ 70 കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. ഈ സ്കില്ല് ഉപയോഗിച്ച് അവനൊരു ഡൊമൈൻ ഉണ്ടാക്കാൻ പറ്റും. ഈ ഡൊമൈന്റെ അകത്തുള്ള അവന്റെ ഷാഡോസിന് പവർ കൂടി വരും. ഇതൊക്കെ കണ്ട് ചുറ്റുമുള്ള ഹണ്ടേഴ്സിന് വരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ജിൻവു അവന്റെ ഷാഡോസും കാർഗൽഗനും അവന്റെ ആൾക്കാരും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു. ജിൻവുവിന്റെ പവർ കൂടിയ ഷാഡോസ് കാർഗൽഗന്റെ ആൾക്കാരെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കുകയാണ്. അപ്പൊ ജിൻവു അവിടെ ആർക്കും
കാണാൻ പോലും പറ്റാത്ത സ്പീഡിൽ എല്ലാ ഓർസിനെയും വെട്ടി താഴെയിടുന്നു. അപ്പൊ കാർഗൽഗൻ അവന്റെ മാജിക് ഉപയോഗിച്ച് ജിൻവുവിനെ അറ്റാക്ക് ചെയ്യുന്നു. ഈ കാർഗൽഗന് ഒരുപാട് മാജിക് ഉപയോഗിക്കാൻ അറിയാം. അവന് ജിൻവുവിനേക്കാൾ കൂടുതൽ മാജിക് ഉപയോഗിക്കാൻ അറിയാം. പക്ഷെ ജിൻവുവിന്റേതുപോലെ ഫൈറ്റ് ചെയ്യാൻ അറിയില്ല. അതാണ് പ്രശ്നം. ഇപ്പൊ കാർഗൽഗൻ അവന്റെ മുഴുവൻ മാജിക് ഉപയോഗിച്ച് ജിൻവുവിനെ അവന്റെ ഷാഡോസിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് ജിൻവുവിനെ കളിയാക്കി. അപ്പൊ ജിൻവു അവിടെ നിലത്ത് വീണ് കിടക്കുന്ന കാർഗൽഗന്റെ ആൾക്കാരുടെ ഷാഡോ എക്സ്ട്രാക്ട് ചെയ്ത് അവന്റെ ഷാഡോ ആർമിയാക്കി മാറ്റി. എന്നിട്ട് കാർഗൽഗനെ നോക്കി അടുത്തത് നീയാണെന്ന് പറയുന്നു. അത് കാണുന്ന കാർഗൽഗൻ പെട്ടെന്ന് ഗ്ലിച്ച് ആവാൻ തുടങ്ങുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ അവൻ പെട്ടെന്ന് ഗ്ലിച്ച് ആവുന്നു. എന്നിട്ട് ദേഷ്യം വരുന്ന കാർഗൽഗൻ അവന്റെ ആൾക്കാരോട് മുഴുവൻ അറ്റാക്ക് ചെയ്യാൻ പറയുന്നു. ഇതേ സമയത്ത് പുറത്തുള്ള ചെയർമാൻ ബോർഡ് ആൾക്കാർ ആ ഡഞ്ചന്റെ റാങ്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് പേയിൽ നിന്ന് മാറി എസ് റാങ്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഗിൽഡ് മാസ്റ്റർ ഈ വിവരം അറിയിക്കുന്നു. അവിടെ നടക്കുന്ന സംഭവം അറിയുന്ന ചോയ് പെട്ടെന്ന് തന്നെ അവിടേക്ക് വരുന്നു. ഇവിടെ ഡഞ്ചന്റെ അകത്ത് എല്ലാ ഓർസിനെയും ഷാഡോസ് നിർത്തി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാർഗൽഗൻ അവന്റെ മാജിക് പവർ ജിൻവുവിന്റെ ദേഹത്തേക്ക് ഉപയോഗിക്കുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ജിൻവുവിന്റെ ശരീരത്തിൽ ഒന്നും സംഭവിക്കില്ല. കാരണം അവന്റെ സിസ്റ്റം അതെല്ലാം പ്രതിരോധിക്കും. ഈ ഒരു സമയത്താണ് ഇവിടെ നടക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് ചാഹേൻ കയറി വരുന്നത്. അപ്പൊ ഇവിടെ നടക്കുന്നതെല്ലാം കണ്ടിട്ട് ചാഹേൻ ഷോക്ക് ആവുന്നു. അവൾക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കാർഗൽഗൻ അവന്റെ പവർ ഉപയോഗിച്ച് അവന്റെ ശരീരം മുഴുവൻ വലുതാക്കി എന്നിട്ട് ജിൻവുവിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ ജിൻവു അവിടെ ചാടി വന്ന് അവന്റെ കണ്ണിന് കുത്തി. എന്നിട്ട് അവിടെയുള്ളൊരു ചങ്ങലയെടുത്ത് അവനെ ചുറ്റി വലിച്ച് താഴെയിട്ടു. ഇപ്പൊ ഇതൊക്കെ അവിടേക്ക് വരുന്ന ചെയർമാൻ ബൂ കാണുന്നു. എന്നിട്ട് അദ്ദേഹം അവിടെയുള്ള ചാഹേനോട് ഇവിടേക്ക് വന്ന ടീമിനെ സഹായിക്കാനാണ് ഞാൻ വന്നത്, പക്ഷേ ഇനി അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ജിൻവുവിനെ നോക്കുന്നു. അപ്പൊ ജിൻവു അവിടെ കിടന്ന ഊർജകളെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അവരെ ഉപയോഗിച്ച് തന്നെ കാർഗൽഗനെ കൊല്ലുന്നു. എന്നിട്ട് ജിൻവു അറൈസ് പറഞ്ഞ് ആ ശരീരത്തിലെ ഷാഡോ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. അങ്ങനെ പുറത്തേക്ക് വരുന്ന ഷാഡോയ്ക്ക് അവൻ ഫാങ് എന്ന് പേര് കൊടുത്തു. ഉടനെ ആ സിസ്റ്റത്തില് ഫാങ്ങിന്റെ ലെവൽ എലൈറ്റ് നൈറ്റ് റാങ്ക് എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ആദ്യമായിട്ടാണ് നമ്മുടെ ജിൻവു കാണുന്നത്. ചിലപ്പോൾ ഇതൊരു എ റാങ്ക് ഡഞ്ചനിലെ ബോസ് ആയതുകൊണ്ടായിരിക്കും എന്ന് അവൻ പറയുന്നു. ശേഷം ഇപ്പോഴാണ് നമ്മുടെ ജിൻവു അവിടെയുള്ള ആൾക്കാരെ ശ്രദ്ധിക്കുന്നത്. ഇനി അവൻ അവരെ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ചെയർമാൻ ബൂ അവന്റെ മുമ്പിലേക്ക് കയറി നിൽക്കുന്നത്. ഞങ്ങൾ ഹണ്ടർ അസോസിയേഷനിലെ സർവൈലൻസ് ടീമാണ്. അതുപോലെ ഇത് ഹണ്ടർ സങ് ജിൻവു. പിന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ആരും പുറത്തുപോയി പറയാൻ പാടില്ല. കൂടാതെ ഇന്ന് ഹണ്ടർ സങ് ജിൻവു നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി ഒരു എസ് റാങ്ക് ഹണ്ടറിന്റേതുപോലെ പവർ പുറത്ത് കാണിച്ചു എന്ന് പറഞ്ഞ് സാവധാനം അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ചെയർമാൻ ബൂ ജിൻവുവിനെയും കൊണ്ട് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് അവൻ രക്ഷപ്പെടുത്തിയ മുഴുവൻ ടീമും അവനോട് നന്ദി പറയുന്നത്. ശേഷം ജിൻവു ചെയർമാന്റെ കൂടെ പുറത്തേക്ക് പോകുന്നു. അവിടെ സീൻ കട്ട് ചെയ്താൽ പിന്നെ കാണിക്കുന്നത് ഒരു കഫേയില് ജിൻവുവിന് വേണ്ടി കാത്തിരിക്കുന്ന ജിൻഹോയാണ്. അപ്പൊ ജിൻവു അവനോട് ഞാൻ വരാൻ ഒരുപാട് വൈകി. അതിരിക്കട്ടെ ഗിൽഡ് മാസ്റ്ററിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നീ നിന്റെ അച്ഛനോട് അതിനെപ്പറ്റി സംസാരിച്ചില്ലേ? അത് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ജിൻഹോ ജിൻവുവിനോട് എന്തോ പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്താൽ ലീ മിൻസുങ് എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ പവർ അവൈക്കണായി. അതുകൊണ്ട് എല്ലാവരും അവനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ അവിടെ തൊട്ടടുത്തൊരു കാറിൽ ഈ അവൈക്കണായ ലീ മിൻസുങ് ഇരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.